ഇന്ന് വേൾഡ് കിഡ്നി ഡേ ആണ്. നമ്മുടെ തീം കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, അതായത് വൃക്കയുടെ ആരോഗ്യം എല്ലാവർക്കും വേണം. അത് പറയാൻ നമുക്ക് എളുപ്പമാണ്. അതിൽ ചില ബേസിക് ആയിട്ട് ചില കാരണങ്ങളുണ്ട്. നമുക്ക് കിഡ്നി ഹെൽത്ത് വേണമെങ്കിൽ അതിന് നമ്മൾ തന്നെ പരിശ്രമിക്കണം, നോക്കണം, ഹെൽപ്പ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? സാധാരണ കോമൺ ആയിട്ട് വരാവുന്ന ചില അസുഖങ്ങളുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, വരാതെ നോക്കേണ്ടത് നമ്മൾ തന്നെ നോക്കിയാലേ നടക്കുകയുള്ളൂ. ഉദാഹരണത്തിനായിട്ട് കിഡ്നിയുടെ ഇൻഫെക്ഷൻ, സ്റ്റോൺ, അങ്ങനെ 2 അസുഖം വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്നതാണ്. ഇത് വരാനുള്ള കാരണം നമ്മുടെ ഇൻടേക്കും ഔട്ട്പുട്ടും, യൂറിൻ ഔട്ട്പുട്ടും കുറവാണെന്നുള്ളതാണ് ആദ്യത്തെ കാരണം. പിന്നെ പല കാരണങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇത് രണ്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഏത് ഡോക്ടറെ അടുക്കിച്ചതിൽ അവരാദ്യം പറയും ധാരാളം വെള്ളം കുടിക്കണം, ധാരാളം മൂത്രം പോകണം. അങ്ങനെ പറയുമ്പോൾ ചില രോഗികൾക്ക് കൺഫ്യൂഷൻ, ചില ഡോക്ടർമാർ പറയും വെള്ളം അധികം കുടിക്കാൻ പാടില്ല എന്ന് പറയും. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഈ ഇൻഫെക്ഷൻ വരാൻ അതിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഉള്ളത്. അവൻ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മളൊരു ചാൻസ് കൊടുത്താൽ അവൻ പ്രശ്നം ഉണ്ടാകും. അതുപോലെ കല്ല് വരാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാര്യം, കിഡ്നിയിലൊക്കെ ക്രിസ്റ്റൽസ് ഉണ്ടായാൽ അത് കൂടി പിടിച്ച് കല്ലാകും. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് യൂറിനാവും, അതിനകത്ത് ക്രിസ്റ്റൽസ് ഉണ്ടാവും, അത് കൂടി പിടിച്ച് കല്ലാവും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളം ധാരാളം കുടിക്കണം, യൂറിൻ ഡൈലൂട്ട് ചെയ്യണം. അന്നേരം ക്രിസ്റ്റൽ ഫോർമേഷൻ കുറയും, കല്ലിൻ്റെ ഇൻസിഡൻസും കുറയും. അതുപോലെ ഇൻഫെക്ഷൻ വരാനുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ, ഇതിനെ വെള്ളം ധാരാളം കുടിച്ച് മൂത്രം ധാരാളം പോകുമ്പോൾ ഈ അണുക്കളെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ അസുഖത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ വിചാരിച്ചാൽ. അപ്പോൾ ഇതിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അധികം വെള്ളം കുടിക്കരുത്. ചില ഡോക്ടർമാർ പറയും കാരണമുണ്ട്, ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇൻടേക്ക് വെള്ളം കുടിക്കുന്നത് കുറയ്ക്കണം. ഉദാഹരണത്തിന് കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അധികം വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് ആ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കാവൂ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ചില അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നീടൊരു കാര്യം, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഏർലി സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും കൊടുക്കാം, നല്ല റിസൾട്ടും കിട്ടും. ഏർലി ഡിറ്റക്ഷൻ ഗിവ്സ് ദ ബെസ്റ്റ് റിസൾട്ട്. ഉദാഹരണത്തിന് നമ്മുടെ ചില അസുഖങ്ങളുണ്ട്, നമുക്ക് ഒരു വിഷമവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു സിംറ്റം ഇല്ലാത്ത അസുഖങ്ങൾ വരും, സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ പോലും വരും. പക്ഷെ അതിനെ നേരത്തെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കാം. ഉദാഹരണത്തിനായിട്ട് ജന്മനാ തന്നെ ചില അസുഖങ്ങൾ വരും, നമ്മളറിയില്ല, കണ്ടുപിടിക്കത്തില്ല. കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വിഷമവും കാണത്തില്ല, കൊച്ചു വളർന്നു വരും. കുറേ കഴിയുമ്പോഴത്തേക്കായിരിക്കും സീരിയസ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ അതിനകത്തുണ്ടെന്ന് വല്ലപ്പോഴും ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ കണ്ടുപിടിക്കും. കൺജന്റലായ ചില തകരാറുകൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അത് സീരിയസ് ആവുകയും ചെയ്യും, ഈവൻ കിഡ്നി ഫെയിലിയറിലേക്ക് വരെ പോകാം. പക്ഷെ നിസ്സാരമായിട്ട് അതിനെ കണ്ടുപിടിക്കാം. ചില ടെസ്റ്റുകൾ, ബേസിക്കായിട്ട് ചില ടെസ്റ്റുകൾ ചെയ്ത് അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അഡൾട്ടായ പ്രായമായ ആൾക്കാരിലൊക്കെ വല്ലപ്പോഴും ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പോൾ വളരെ കോമൺ ആയി വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ആശുപത്രികളിലും എക്സിക്യൂട്ടീവ് ചെക്കപ്പ് നടത്തുന്നുണ്ട്. അതിന് ചില ഉദ്ദേശമുണ്ട്. കാരണം നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ ചില ഡിസീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് റുട്ടീനായിട്ട് ഈ എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ യൂറിൻ, ബ്ലഡ്, ബേസിക് ആയിട്ടുള്ള ചില ടെസ്റ്റ്, ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നോക്കും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ ഒരു സംശയം തോന്നും. സംശയം വരുമ്പോൾ അതിനനുസരിച്ച് വേറെ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ യൂറോളജി തന്നെ ചില അസുഖങ്ങളുണ്ട്. ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല. കിഡ്നിയിലൊക്കെ ക്യാൻസർ വന്നാൽ ഒരു മുഴ മാതിരിയായിരിക്കും ആദ്യം വരുന്നത്. ഇതുപോലെ റുട്ടീൻ എക്സിക്യൂട്ടീവ് ചെക്കപ്പിലാണ് നോക്കുമ്പോൾ കിഡ്നിയിൽ ഒരു ട്യൂമർ, ഒരു 3-4 സെൻറ്റിമീറ്ററുള്ള ട്യൂമർ, ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായതില്ല, ചുമ്മാ പോയി ടെസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ വളരെ ഏർലി സ്റ്റേജിൽ ഇങ്ങനെ ഒരു ക്യാൻസറൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ പ്രോസ്റ്റേറ്റ്, റുട്ടീനായിട്ട് പ്രായമായവരിൽ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം വളരെ കോമണാണ്, എല്ലാവർക്കും പേടി സ്വപ്നമാണത്. പക്ഷേ റുട്ടീനായിട്ട് ചെയ്യുമ്പോൾ PSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നോക്കും. PSA കൂടുതലാണെങ്കിൽ ഉടനെ സംശയം വരും, അത് എന്തുകൊണ്ട് വന്നു, അതിനകത്ത് അതിനെ കണ്ടുപിടിക്കണം. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിഡ്നി ട്യൂമർ ആണെങ്കിൽ ഒരു ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ട്യൂമർ മാത്രം മാറ്റിക്കളയാൻ പറ്റും, കിഡ്നി കളയേണ്ട ആവശ്യമില്ല. അതോടുകൂടി അസുഖം മാറുകയും ചെയ്യും. അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് ഈ PSA കൂടിയാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ചാൽ അതിന് റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി എന്നും പറഞ്ഞ ഓപ്പറേഷനുണ്ട്. ആ പ്രോസ്റ്റേറ്റ് കംപ്ലീറ്റ് നമുക്ക് മാറ്റിക്കളയാം, അതോടുകൂടി അസുഖം മാറിക്കിട്ടും. അങ്ങനെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ വേൾഡ് കിഡ്നി ഡേയിൽ പറയാനുള്ളത്, നമുക്ക് അസുഖം വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഈ എക്സിക്യൂട്ടീവ് ചെക്കന്മാർ ചെക്ക് ചെയ്താൽ വളരെ ഏർലി സ്റ്റേജിൽ അസുഖം കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കും.